ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ട് ദ പോയിന്റ്സ് ഇൻ ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ് ദ ഇക്വേറ്റർ വിത്ത് റെഫറൻസ് ടു ദ എർത്ത് സെൻറ്റർ. എന്താ പറയുന്നത്? അതായത് എർത്ത് സെൻറ്റർ എന്ന് ഭൂമിയുടെ കേന്ദ്രത്തെ ആസ്പദമാക്കിയിട്ട് സെയിം അല്ലേ, ആംഗുലർ ഡിസ്റ്റൻസ് അതായത് ഒരേ കോണയിലുള്ള ബിന്ദുക്കളെ യോജിപ്പിച്ച് ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായി വരയ്ക്കുന്ന സങ്കല്പ രേഖകളാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ്സ് അഥവാ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് റിലേറ്റഡ് ടു ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്? അക്ഷാംശ രേഖകളുമായിട്ട് ബന്ധമില്ലാത്തത്, ഈസ് നോട്ട് റിലേറ്റഡ് ആണ് അല്ലേ, ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? They are parallel to the equator. They are parallel to the equator. The next, they are semicircles of the same size. They are lines drawn connecting to the North Pole and the South Pole. The last, the distance between them decrease as they are near the poles. അപ്പോൾ ഉത്തരം ഏതാ നമുക്കറിയാം അല്ലേ. ഏതാണ്? തേർഡ് ഓപ്ഷൻ ആണ് അല്ലേ. എന്താണ്? ദ ലൈൻസ് ഡ്രോൺ കണക്റ്റിംഗ് ടു ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ. അതായത് ഉത്തരേന്ത്യ ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖകളാണ് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ്? പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ ഏതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ്? യെസ്, ഇക്വേറ്റർ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, ദെൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കം, ദെൻ ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, അവയൊക്കെ ഉണ്ട് അല്ലേ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ്? യെസ്, ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ, ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ, ദെൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ, ദെൻ ആർട്ടിക് സർക്കിൾ ആർട്ടിക് വൃത്തം, ദെൻ അന്റാർട്ടിക് വൃത്തം അല്ലേ, അന്റാർട്ടിക് സർക്കിൾ. Okay, then next question. Most countries also have unified document based on fundamental principles that support their existence and governance. അതായത് എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ദാറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ്. ഒരു ഭരണഘടനയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങൾ വിവരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണ്? ഗുണങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ് എസെൻഷ്യൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? യെസ്, നമുക്കറിയാം. പ്രൊട്ടക്റ്റിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കും. പിന്നെയോ യെസ്, എൻഷുറിങ് എ ക്ലിയർ ഗവർണൻസ് സിസ്റ്റം, അതുപോലെ തന്നെ വ്യക്തമായൊരു ഭരണ സംവിധാനം ഉറപ്പുവാക്കുക. ദെൻ അപ്ഹോൾഡിംഗ് ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി, നീതിയും സമത്വവും ഉയർത്തിപ്പിടിക്കുക. ആൻഡ് റിഫ്ലക്റ്റിംഗ് ദ ഇൻ്റർസെക്ട്സ് ഓഫ് ദ പീപ്പിൾ, then എന്ത് ചെയ്യുക? ജനങ്ങളുടെ താല്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കുക. അപ്പം എന്തൊക്കെയാണ്? പ്രൊട്ടക്റ്റിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദെൻ എൻഷുറിങ് എ ക്ലിയർ ഗവർണൻസ് സിസ്റ്റം, അപ്ഹോൾഡിംഗ് ജസ്റ്റിസ് ആൻഡ് equality, and reflecting the interest of the people. Okay, the next question. Identify which of the following is not a concept of Indian Constitution. ഭരണഘടനയുടെ ആശയമല്ലാത്തത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സോവർജിനിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഫ്രെറ്റേണിറ്റി, ഇക്വാളിറ്റി. ഇതിലേതാണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണല്ലേ ഇതിലില്ലാത്തത്. യെസ്, ഓപ്ഷൻ ബി ആണ്. ദെൻ ബാങ്ക്സ് ആർ ദ the banks are the intermediaries between deposits and borrowers. Arrange the given list appropriately. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നിക്ഷേപകർക്കും അതുപോലെ തന്നെ വായ്പ എടുക്കുന്നവർക്കും ഇടയിലുള്ള മധ്യവർത്തികളാണ് ആര്? ബാങ്ക്സ് അല്ലേ. ഓക്കെ, അപ്പോൾ താഴെ നൽകിയിട്ടുള്ള പട്ടിക ശരിയായ രീതിയിൽ നമ്മളോട് ക്രമീകരിക്കാനാണ് പറയുന്നത്. arrange the given list appropriately. സേവിങ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ സേവിങ് ഡെപ്പോസിറ്റ് ഏതായിരിക്കും വരിക? സേവിങ് ഡെപ്പോസിറ്റ്, യെസ്, ദ ഡെപ്പോസിറ്റ് ഈസ് ടു ഇൻസ്റ്റിൽ ദ ഹാബിറ്റ് ഓഫ് സേവിങ് ഇൻഡിവിജ്വൽ. ദെൻ 2 കറണ്ട് ഡെപ്പോസിറ്റ് ആണ് അല്ലേ. കറണ്ട് ഡെപ്പോസിറ്റ് ഏതായിരിക്കും? യെസ്, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എയിംഡ് അറ്റ് ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റോ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏതായിരിക്കും? യെസ്, ദ ബാങ്ക് പ്ലേസ് ഹയർ ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ്. ദെൻ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇറ്റ് ഏൺസ് ഹയർ ഇൻട്രസ്റ്റ് ദെൻ സേവിങ് ഡെപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? 1B 2A, 1B 2A 3D 4C. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അല്ലേ. ആൻസർ ഓപ്ഷൻ എ.
ഓക്കെ, ദെൻ വാട്ട് ആർ ദ മേജർ ഫങ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? ഇഷ്യൂയിങ് കറൻസി നോട്ടുകൾ പുറത്തിറക്കുകയല്ലേ, ഇഷ്യൂയിങ് കറൻസി നോട്ട്. ദെൻ ആക്ടിങ് ആസ് ദ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക. ദെൻ ആക്ടിങ് ആസ് ദ ഗവൺമെൻറ്റ്സ് ബാങ്ക്, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക. ആൻഡ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ, അതുപോലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക അല്ലെ, ആൻഡ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ. ഇഷ്യൂയിങ് കറൻസി നോട്ട്സ്, ദെൻ ആക്ടിങ് ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്, ദെൻ ആക്ടിങ് ആസ് ദ ഗവൺമെൻറ്റ്സ് ബാങ്ക്, ആൻഡ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ. Okay, then public sector banks are banks that are fully owned and operated by the government. എന്താണ് പറയുന്നത്? പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ ബാങ്ക്സ് ദാറ്റ് ആർ ഫുള്ളി ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ബാങ്കുകളാണ് ഏതെന്ന് പറയുന്നത്? യെസ്, പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ ലാർജ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ദ പബ്ലിക് സെക്ടർ. അപ്പോൾ പബ്ലിക് സെക്ടറിൽ ഏറ്റവും വലിയ ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാനറ ബാങ്ക് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, SBI ഉണ്ട്, കേരള ബാങ്ക് ഉണ്ട്. ഏതാണ്? SBI ആണല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ്. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് അല്ലെ, വാണിജ്യ ബാങ്കുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? യെസ്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്, അതുപോലെ തന്നെ എന്താണ്, പ്രൊവൈഡിങ് ലോൺസ് അല്ലേ, ലോൺസ് നൽകുന്നു. ദെൻ ഫെസിലിറ്റേറ്റിംഗ് മണി ട്രാൻസ്ഫേഴ്സ്, ദെൻ ആൻഡ് ഓഫറിംഗ് ഏജൻസി സർവീസസ്. Okay, the next question. What is one of the major components that retain life on the earth? Find the correct matching order. എന്താണ്? വാട്ട് ഈസ് ദ മേജർ കോമ്പോണൻസ് ദാറ്റ് റിറ്റെയിൻസ് ലൈഫ് ഓൺ ദ എർത്ത്? ഫൈൻഡ് ദ കറക്റ്റ് മാച്ചിങ് ഓർഡർ അല്ലേ. ഭൂമിയിൽ ജീവൻ നിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? വാട്ടർ അല്ലേ. വാട്ടർ ഈസ് ദ വൺ ഓഫ് ദ മേജർ കോമ്പോണൻസ് ദാറ്റ് റിറ്റെയിൻസ് ലൈഫ് ഓൺ ദ എർത്ത്. ഫൈൻഡ് ദ കറക്റ്റ് മാച്ചിങ് ഓർഡർ. മാച്ചിങ് ഓർഡർ കറക്റ്റായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവാപ്പറേഷൻ ഏതാണ്? ഇവാപ്പറേഷൻ വാട്ടർ വേപ്പർ അല്ലേ. ഇവാപ്പറേഷൻ വാട്ടർ വേപ്പർ. ദെൻ കണ്ടൻസേഷൻ ഏതാണ്? യെസ്, ക്ലൗഡ്സ് അല്ലേ. ദെൻ പ്രിസിപ്പിറ്റേഷൻ റെയിന്. അപ്പോൾ ഇതിൽ ഏതാണ്? 1 C, 2 A, 3 B അല്ലേ. 1 C, 2 A, 3 B. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ആൻസർ ഓപ്ഷൻ B ആണ്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ വാട്ടർ സൈക്കിൾ. അതായത് വാട്ടർ സൈക്കിൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. Okay, the process where water evaporates from bodies of water due to solar heat, cools down in the atmosphere to form clouds and falls back to earth as rain അല്ലേ. അതായത് സൂര്യതാപം കൊണ്ട് എന്ത് ചെയ്യാണ്? ജലാശയങ്ങളിലെ വെള്ളം നീരാവിയായിട്ട് ഉയരുകയും പിന്നെ എന്ത് സംഭവിക്കും? അന്തരീക്ഷത്തിൽ വെച്ച് തണുത്ത മേഘങ്ങളാവുകയും പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് മഴയായിട്ട് ഭൂമിയിലേക്ക് തിരികെ വരികയും ചെയ്യുന്ന പ്രക്രിയയാണിത് അല്ലേ. Okay, then fourth B question. Ocean are vast water bodies that are situated among continents. ഭൂഖണ്ഡങ്ങൾക്കിടയിലെ വലിയ ജലാശയങ്ങളാണ് എന്ത്? സമുദ്രങ്ങളല്ലേ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് ഷാലോവസ്റ്റ് ഓഷ്യൻ. ഏറ്റവും സ്മോളസ്റ്റും ഷാലോവസ്റ്റുമായിട്ടുള്ള ഓഷ്യൻ ഏതാണ്? ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ആർട്ടിക് ഓഷ്യൻ ആണല്ലേ. ആൻസർ എന്താണ്? ആർട്ടിക് ഓഷ്യൻ. ആൻസർ ഓപ്ഷൻ 4 ആർട്ടിക് ഓഷ്യൻ. ദെൻ ലിസ്റ്റ് ഹൗ ഓഷ്യൻ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്. എങ്ങനെയാണ് ഓഷ്യൻസ് ഹ്യൂമൻ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? റെഗുലേറ്റിംഗ് ക്ലൈമറ്റ്, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. പിന്നെന്താണ്? പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് മിനറൽസ് അല്ല, അതുപോലെ ഭക്ഷണങ്ങളും ധാതുക്കളൊക്കെ നൽകുന്നു. ദെൻ ഫെസിലിറ്റേറ്റിംഗ് വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതത്തിന് സഹായിക്കുന്നു. ആൻഡ് ഓഫറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ടൂറിസം, അതുപോലെ തന്നെ എന്താണ്? വിനോദസഞ്ചാരത്തിന് അവസരമൊരുക്കുന്നുണ്ട് അല്ലേ. Okay, then advancement of technology has made banking service and money transaction easier. അതായത് സാങ്കേതിക വിദ്യയുടെ വളർച്ച
എന്തുണ്ടാക്കി? ബാങ്കിങ് സേവനങ്ങളും പണമിടപാടുകളും ഒക്കെ കൂടുതൽ ഈസിയർ ആക്കി അല്ലേ. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ആൻ ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, താഴെ പറയുന്നവയിൽ ഓൺലൈൻ ഇടപാട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തത് ഏതാണ് ഇതിൽ? ചെക്കാണല്ലേ. ദെൻ വാട്ട് പ്രിക്വേഷൻ ഷുഡ് ബി ടേക്കൺ റെക്കഗ്നൈസ് ആൻഡ് ഡിഫെൻഡ് എഗെയിൻസ്റ്റ് സൈബർ ഫ്രോഡ്. അപ്പോൾ ഈ സൈബർ ഫ്രോഡുകളെ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ഡു നോട്ട് ഷെയർ പാസ്വേഡ് ഓർ OTPs. പാസ്വേഡും OTP ഒന്നും ചെയ്യരുത്. മറ്റാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പങ്കുവയ്ക്കരുത്. ദെൻ അവോയ്ഡ് ക്ലിക്കിംഗ് സസ്പീഷ്യസ് ലിങ്ക്സ്, അതുപോലെ സംശയകരമായ ലിങ്കുകളൊന്നും തുറക്കരുത് അല്ലേ. ആൻഡ് കീപ് ബാങ്കിങ് ആപ്സ് അപ്ഡേറ്റഡ്, അതുപോലെ ബാങ്കിങ് ആപ്പുകളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. Okay, the next question. Japan, which was completely devastated by the atomic bombing, rapidly recovered and stands tall today as one of the developed countries in the world. എന്താണ്? ആറ്റം ബോംബ് വർഷത്തിൽ തകർന്നിട്ട് ജപ്പാൻ ഇന്ന് എന്താണ്? ലോകത്തെ വികസിത രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഉയർന്നിൽക്കുക തന്നെയാണ് അല്ലേ. ഓക്കെ, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ജപ്പാൻ എമംഗ് ദ ഫോളോയിങ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ജപ്പാനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്, അല്ലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ലോങ്ങർ റിവർ ഇൻ ജപ്പാൻ ഈസ് ദ ഷിനാനോ റിവർ. ദ ജപ്പാൻ ഈസ് എ കൺട്രി കോൺസ്റ്റന്റ്ലി ഫേസിങ് എർത്ത്ക്വേക്ക് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ. ദ ജപ്പാനീസ് പോപ്പുലേഷൻ റിസൈഡ് ഓൺ 5 മെയിൻ ഐലൻഡ്സ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. തെറ്റുള്ള ഏതാണ്? അതായത് ജപ്പാനീസ് പോപ്പുലേഷൻ റിസൈഡ് ഓൺ 5 മെയിൻ ഐലൻഡ്സ് എന്നുള്ളതാണല്ലേ. ജപ്പാനിലെ ജനങ്ങൾ 5 പ്രധാന ദ്വീപുകളിലായിട്ടാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? അല്ല അല്ലേ. ജപ്പാനിലെ 4 പ്രധാന ദ്വീപുകളാണല്ലേ ഉള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. Then how did Japan succeed in forming a modern നാഷൻ സ്റ്റേറ്റ്? അതായത് ജപ്പാൻ എങ്ങനെയാണ് ആധുനിക രാഷ്ട്രമായിട്ട് മാറിയതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? യെസ്, ദ ജപ്പാൻ അച്ചീവ്ഡ് പ്രോഗ്രസ് ത്രൂ എംഫസൈസ് ഓൺ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം, അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിലെ വളർച്ച, ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, കഠിനാധ്വാനികളായ ജനത, ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ തന്നെ എന്തും കാരണമായിട്ടുണ്ട്? വ്യവസായവൽക്കരണം എന്നിവയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ജപ്പാൻ പുരോഗതി കൈവരിച്ചത് അല്ലേ. ഓക്കെ, ദെൻ ജപ്പാൻ അച്ചീവ്ഡ് പ്രോഗ്രസ് through emphasis on education, growth in technology, hard working people and industrialization. Okay. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.